ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളതില്ലേ നല്ല ബീട്രൂട്ട് വെച്ചിട്ടുള്ള നല്ലൊരു, ഇതിന് പേരൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, എനിക്കറിയില്ല. ഞാനിത് എൻ്റെ ഒരു ഐഡിയയിൽ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഉപ്പേരി എന്നൊക്കെ പറയാം, അതുപോലൊരു സംഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ബീട്രൂട്ട് നല്ല ഹെൽത്തിയാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കാനും. കുട്ടികൾക്ക് ചിലപ്പോൾ മടിയൊക്കെ ഉണ്ടാവും, അപ്പോൾ അങ്ങനത്തെവർക്കൊക്കെ ഭയങ്കര ഇത് ചോറിൻ്റെ കൂടെ കറിയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ നല്ല ചോറിൻ്റെ കൂടെ ഇങ്ങനെ കൂട്ടിക്കൊഴിച്ച് കഴിക്കാനൊക്കെ നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെ ഇത് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ തേങ്ങ, വലിയുള്ളി, പിന്നെ ആവശ്യത്തിന് ബീട്രൂട്ടും, പിന്നെ വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, അല്ലെങ്കിൽ ഞാൻ കാന്താരിയായിട്ട് എടുത്തിക്കണത് പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില വേണ്ട കേട്ടോ. എന്താ ഈ അരമുറി തേങ്ങയൊന്നും ഇതിക്ക് ആവശ്യമില്ല കേട്ടോ, ഞാനതിങ്ങനെ വെച്ചെന്നേ ഉള്ളൂ. ഇനി ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുക കേട്ടോ. പിന്നെ അത് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ, അങ്ങനെ കൂടുതൽ ചെറുതായി കട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ചോപ്പറിലിടുക, അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ. നമ്മളിത് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്യാനുള്ള സംഭവമാണ് ഇതൊക്കെ. അപ്പോൾ ഇത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാനിങ്ങനെ വലുതായി കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് കുറച്ച് വലിയുള്ളി ഇട്ട്, വലിയുള്ളിയുടെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ, ഒരു വലിയുള്ളി ഒന്നും എടുത്തിട്ടില്ല. ഉള്ളിയുടെ പകുതി എടുത്തിട്ട് അതും ഇതാ കട്ട് ചെയ്ത്, പിന്നെ നമ്മുടെ മുളകും ഇട്ട്, പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിക്കണ്. അതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ഇട്ടോ, 2-3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ വെളുത്തുള്ളിയൊക്കെ ഇട്ടാൽ. പിന്നെ ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്, അധികം ഇട്ടാൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ ഞാൻ തേങ്ങ ഇട്ടെടുത്തു. പിന്നെ കുറച്ച് ചെറിയ ജീരകം ഇട്ടോ. ചിലവർക്ക് ചെറിയ ജീരകം അത്ര ടേസ്റ്റ് ഇഷ്ടം ഉണ്ടാവില്ല, അപ്പോൾ ആവശ്യമില്ലാത്തവർ ഇടണ്ട കേട്ടോ. പക്ഷേ രസമാണ് കേട്ടോ അതിൽ ചെറിയ ജീരകം ഇട്ടിട്ടുള്ള ഇതാണുമ്പോൾ നല്ല ടേസ്റ്റാണ്. തേങ്ങയും ചെറിയ ജീരകവും പച്ചമുളകൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് കൂടി വരിക ചെയ്യാം കേട്ടോ. പിന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഈ സംഭവമൊക്കെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. നല്ല വെള്ളമൊന്നും കൂട്ടണ്ട കേട്ടോ, വെള്ളം കൂട്ടാതെ തന്നെ നമ്മൾ അരയ്ക്കുമ്പോൾ ബീട്രൂട്ടിലെ വെള്ളം കൂടിയിട്ട് അരഞ്ഞിട്ടേ. അപ്പോൾ ഇത് ഞാൻ 2 തവണ ആയിട്ട് കേട്ടോ അരച്ചെടുക്കുന്നത്, ഒരു തവണ ആയിട്ട് ഇത് പോകില്ല, കുറേ ഉള്ളത് കാരണം. പിന്നെ അതുപോലെ നല്ല അരച്ചെടുക്കും വേണ്ട കേട്ടോ, ഇങ്ങനെ പേസ്റ്റായിട്ട് അരച്ചെടുക്കും വേണ്ട. അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ കറക്കി എടുത്താൽ തന്നെ ചതഞ്ഞ് കിട്ടുമല്ലോ, അപ്പം അങ്ങനെ മതി കേട്ടോ. ഇതുപോലെ മതി കേട്ടോ, അതിങ്ങനെ ഒരു തരിയായിട്ടുണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യണം കേട്ടോ, നല്ല അസൽ സംഭവമാണ്. പിന്നെ ഇപ്പോൾ ബീട്രൂട്ട് വെച്ചിട്ട് പല റെസിപ്പി ഉണ്ടാവും, പക്ഷേ ഈ റെസിപ്പി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക തന്നെ വേണം. ഇതുപോലെ കേട്ടോ ഞാൻ ഫുള്ളായി അരച്ചെടുത്തിട്ടുണ്ട്, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ നമുക്കൊരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിക്കാം കേട്ടോ. പിന്നെ അതുപോലെ അടി കട്ടിയുള്ള ചട്ടിയോ, അല്ലെങ്കിൽ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിക്കണേ, അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് ഇങ്ങനെ ചട്ടി പോലുള്ളത് എടുക്കാം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ചേർക്കാതെ ഇത് എണ്ണയിലിട്ടിട്ട് ഇങ്ങനെ വറക്കുക വേണ്ടേ, അപ്പോൾ നമുക്ക് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ കട്ടിയുള്ള ചട്ടി എടുക്കാമെന്ന് പറയണം കേട്ടോ. എന്നിട്ട് എണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുകിടുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അരച്ച് വെച്ച ബീട്രൂട്ടില്ല അതും ഇതിലിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെക്കുക കേട്ടോ. അടച്ച് വെച്ചിട്ട് നമുക്ക് വേഗം ഇതാവും കേട്ടോ, നമ്മളിങ്ങനെ പൊടിഞ്ഞ് കിട്ടിയ സംഭവമാണല്ലോ, അപ്പം അതുകൊണ്ട് ഇങ്ങനെ വെന്ത് കിട്ടാൻ അത്ര ടൈമൊന്നും വേണ്ട കേട്ടോ. ഒന്ന് അടച്ച് വെച്ച് ജസ്റ്റ് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബീട്രൂട്ട് തോരൻ പറയാം കേട്ടോ. അതുകൊണ്ട് അതിങ്ങനെ അടിപൊളിയായി കിട്ടും കേട്ടോ. അപ്പം ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ തീ കുറച്ചിട്ട് വേണം കേട്ടോ അടച്ച് വെച്ച് വേവിക്കാൻ. ഞാനിത് മിക്കവാറും ഇങ്ങനെ വീട്ടിൽ ബീട്രൂട്ട് കിട്ടിയാൽ ഇങ്ങനെ തന്നെ കേട്ടോ ഉണ്ടാക്കാറ്. ഇങ്ങനെ ഉണ്ടാക്കിയാൽ കുട്ടികളൊക്കെ നല്ല കഴിക്കും, അല്ലാതെ വെറുതെ നമ്മൾ മറ്റേ കടു വറുത്തിട്ട് ഉണ്ടാക്കുമല്ലോ, അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അധികം കിട്ടിയാൽ ഇങ്ങനെ ഉണ്ടാക്കാറ് കേട്ടോ. പിന്നെ ബീട്രൂട്ട് നമുക്ക് നല്ല സ്ട്രെങ്ത്ത് തരും കേട്ടോ ബീട്രൂട്ട് കഴിച്ചാൽ. അതുപോലെ പ്രഗ്നൻ്റ് ആയവർക്കൊക്കെ അല്ലേ നല്ല ബെസ്റ്റായിട്ടാണ് ബീട്രൂട്ട് ജ്യൂസ്, ഉപ്പേരി, അങ്ങനെ ബീട്രൂട്ട് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും റെസിപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നത് നല്ല ബെസ്റ്റാണ് കേട്ടോ. ഞാനൊക്കെ ഒരുപാട് പ്രഗ്നൻ്റ് ആകുമ്പോൾ കഴിച്ചതാണ് കേട്ടോ, ബ്ലഡ് കുറവൊക്കെ ആയിട്ട് ഞാൻ ജ്യൂസും ഉപ്പേരി ആയിട്ടൊക്കെ കഴിച്ചതാണ് കേട്ടോ. പ്രഗ്നൻ്റ് ഉള്ളവർക്ക് പിന്നെ ഈ ഉപ്പേരി ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. നല്ലതിൽ പച്ചമുളകും നല്ല എരിവൊക്കെ കൂടി ആകുമ്പോൾ പ്രഗ്നൻ്റ് ഉള്ളവർക്ക് പൊതുവേ ഇഷ്ടമാണല്ലോ അങ്ങനെ
എരിവൊക്കെ. അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എന്താ ഇപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് വേവുന്നതാണ്. ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ഇളക്കി മറിച്ചാൽ പിന്നെ ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് ശേഷം 5 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ വേഗം വെന്ത് കിട്ടും കേട്ടോ അത്. അതിന് കൂടുതൽ ടൈമൊന്നും വേണ്ട. അപ്പോൾ നമ്മുടെ ഉപ്പേരി എന്ന് അറിയാം, ബീട്രൂട്ട് തോരൻ അടിപൊളിയായിട്ട് ഇതാ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യണം, ഇത് ഉറപ്പായും ട്രൈ ചെയ്യണം, ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അതിൽ ഓളെന്നെല്ലാം ടച്ച് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ ഒക്കെ പുതുതായ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വരുന്ന കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.